ഇന്നേ ദിവസം ഈശോ നിങ്ങളുടെ മുൻപിൽ പുതിയ ചില വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. കർത്താവ് ഇന്നേ ദിവസം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പുതുവഴികൾ, പുതിയ വാതിലുകൾ തുറക്കും. പുതിയ വാതിലുകൾ തുറക്കുവാൻ ഇടയായിത്തീരും. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, പരിശുദ്ധനും സത്യവാനും ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവനുമായ ഈശോയെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഒന്ന്, പരിശുദ്ധനാണ്, സത്യവാനാണ്, ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനാണ് ഈശോ. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഈശോ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈശോയുടെ മക്കൾക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ആറ്റരികത്ത് നട്ട വൃക്ഷമാണെന്നാ പറയുന്നത്, അല്ലെ? ആറ്റരികത്ത് നട്ട വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ നട്ടതാ, ഈശോ നിങ്ങളെ നട്ടതാ. നമ്മളൊരു ചെടി ഒഴിച്ചു വെച്ചാൽ നമ്മൾ പരിപാലിക്കുകയല്ലേ, അതിനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയല്ലേ, അതിന്റെ വളർച്ച കാണാൻ ആഗ്രഹിക്കുകയല്ലേ? അതുപോലെ ഈശോ നിന്റെ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നു. ഈശോ നിന്റെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നു. ഈശോ നിന്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് വിശ്വസിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശോയുടെ സാന്നിധ്യം ഉണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുക. ഇത് മുഴുവൻ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരും. ഈശോയാൽ പരിപാലിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഈശോ നന്മകൾ നൽകുവാൻ, അല്ലെങ്കിൽ എൻ്റെ വളർച്ച കാണാൻ ഈശോ ആഗ്രഹിക്കുന്നു. നിന്റെ വളർച്ച കാണാൻ ഈശോ ആഗ്രഹിക്കുന്നു. അനുഗ്രഹം നീ അനുഭവിക്കുന്നത് ഈശോ വളരെയധികം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മളത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രപഞ്ചം മുഴുവനുമുള്ള നന്മകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയി വരും. ഹല്ലേലൂയ. കാരണം ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്, ഈശോ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, ഈശോ നിന്നോടൊപ്പമുണ്ട്. ഇന്ന് ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യാവോ? വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നത്. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആരൊക്കെ വിചാരിച്ചാലും ഈശോയാണ് ഒരു കാര്യത്തിനകത്ത് നിനക്ക് വേണ്ടി വാതിൽ തുറക്കുമ്പോൾ, ഈശോ വാതിൽ തുറക്കുമ്പോൾ അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഈശോയെ നേരിടേണ്ടി വരും. ഈശോയുടെ കയ്യിലാണ് ദാവീദ് ഭവനത്തിന്റെ താക്കോലിരിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. ദാവീദിന്റെ കയ്യിലെ താക്കോല്, ഒരു ഭവനത്തില് നമുക്കൊക്കെ വീട്ടോട് കയറണമെങ്കിൽ നമുക്കൊരു താക്കോലുണ്ടല്ലേ? എല്ലാ വീടിനും താക്കോലുകളുണ്ട്. അപ്പം ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞു, ദാവീദിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ അല്ല, ദാവീദിന്റെ താക്കോല് കരങ്ങളിലുള്ളവൻ. അപ്പൊ ദാവീദ് എന്ന് പറഞ്ഞാൽ ദാവീദ് ഒരു ചക്രവർത്തിയായിരുന്നു. അധികാരത്തിന്റെ താക്കോലാണ്, അധികാരത്തിന്റെ താക്കോൽ. ഒരു രാജാവിന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ താക്കോൽ അത് ഈശോയുടെ കൈകളിലാണ്. അത് കൈവശമുള്ളവൻ പറയുന്നു, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനാണ് ഇവിടെ. ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവൻ, ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്നവൻ. ഈശോ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ഈശോ ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ അതിനെ ആർക്കും തുറക്കാനും പറ്റത്തില്ല. കർത്താവാണ് വാതിൽ തുറക്കുന്നത്. പിന്നെ ഈ വചനത്തെ റിസീവ് ചെയ്യുക. അടഞ്ഞ വാതിലുകൾ മുൻപിലുള്ളതായിട്ട് തോന്നുന്നെങ്കിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നു, മുൻപിൽ ഇങ്ങനെ വാതിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് പോലത്തെ ഒരവസ്ഥ, ഈ വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുക, ഈശോയെ എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. ഇങ്ങനെയൊന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വത്തെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അപ്പം റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എനിക്കൊന്ന് 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ് തോന്നുന്നു, ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം ഈശോനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ മനസ്സിന്റെ, ശരീരത്തിന്റെ, ആത്മാവിന്റെ മുഴുവൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. നമുക്കെല്ലാം ദൈവം ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. എല്ലാ മനുഷ്യനും ദൈവം ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഫ്രീ വില്ലിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ദൈവത്തിന് അപ്പൻ മക്കൾക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. സ്വയമേ നമുക്ക് ഡിസൈഡ് ചെയ്ത് എങ്ങനെ വേണം പോകാം. പക്ഷെ നമ്മളായിട്ട് സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിന് മുഴുവൻ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വചനത്തിൽ പറയാം, നമ്മൾ രക്ഷ പ്രാപിക്കും. ഈശോ നമ്മുടെ മുഴുവൻ ചുമതല അങ്ങ് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ എല്ലാം ഈശോയുടേതായി മാറുകയാണ്.
അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ ഈശോയുടെയാണ്. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന അടഞ്ഞ വാതിൽ ഈശോയുടെ ഒരു പ്രതിസന്ധി. അപ്പം ഈശോയാണ് അതിനു മുമ്പിൽ വാതിൽ തുറക്കുന്നത്. അപ്പം ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ കർത്താവിന്റെ അധികാരത്തിൽ ആ വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടും. കർത്താവിന്റെ അധികാരത്തിൽ ആ വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറക്കപ്പെടും. ഈശോയുടെ കരങ്ങളിലേക്ക് ഒരു വ്യക്തി ജീവിതത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഫ്യൂച്ചർ ആരുടെയില്ല? ഈശോയുടെ കയ്യില. ഈശോയുടെ ഉത്തരവാദിത്തമാണ്. ഈശോയുടെ മഹത്വം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. കർത്താവിനറിയാം നമ്മുടെ ഫ്യൂച്ചർ. അപ്പം നിങ്ങൾ ഏത് വാതിൽ തുറന്ന് എവിടെ എത്തണം, എങ്ങനെയൊക്കെ പോകണം, അത് ദൈവത്തിൻ്റെ ആ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അപ്പം ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ് ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചിട്ടും വാതിലുകൾ കർത്താവ് അനുഗ്രഹത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കും, നന്മയുടെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് ദൈവം നിങ്ങളുടെ മുൻപിൽ തുറന്നു തരും. ചിലപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ കാണും, ഇതിങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനൊരു കാര്യം ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പം ചിലപ്പോൾ ചില താമസങ്ങൾ വരുന്നതിന് കാരണം എന്നറിയോ, അതായത് ദൈവത്തിനറിയാം വാട്ട് ഈസ് ബെറ്റർ ഫോർ അസ്. ഈ കാര്യം തുറന്നു കഴിഞ്ഞ് ഇവന് പ്രശ്നമാവുമോ, അല്ല അമളി പറ്റുമോ, അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ആ ഒരു വ്യക്തിപരമായ ബന്ധം, ആ ബന്ധത്തിന് അത് ദൃഢമാകും. അല്ലെങ്കിൽ കർത്താവിന്റെ ഏറ്റവും വലിയ കൺസേൺ ഈശോയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ഒരിക്കലും പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നന്മ ഉണ്ടാകണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നല്ല വീട്ടിൽ താമസിക്കണം, ഉയർച്ച ഉണ്ടാകണം, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം, ഇതെല്ലാം ഈശോയുടെ ആഗ്രഹമാണ്. പക്ഷെ ഏറ്റവും കർത്താവിന് ആ ഒരു റിലേഷൻഷിപ്പാണ് കർത്താവ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചില കാര്യത്തിനകത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, തലകുത്തി മറിഞ്ഞ് നമുക്കറിയാൻ മേല കർത്താവിന് ഫ്യൂച്ചർ അറിയാം. അപ്പം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ സ്പിരിറ്റ് സോൾ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പറയട്ടെ, ആ വഴിയല്ല, ഈ വഴിയാണ് നിനക്ക് നല്ലത്. നമ്മൾ പറയും, കർത്താവ് എനിക്ക് സിംഗപ്പൂർ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. ഈശോ പറയട്ടെ, അതല്ല, ഓസ്ട്രേലിയ പോയി നിനക്ക് അവിടെ അത് കിട്ടുന്ന നിനക്ക് നല്ലത്. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത്. സ്റ്റേ വിത്ത് മീ, എൻ്റെ കൂടെ നീ ആയിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാം. കാരണം ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. അതുകൊണ്ടാണ് പത്രോസിലെ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്. പത്രോസിലെ പറയാം, 1 പത്രോസ് 5-ാം അധ്യായത്തിൽ, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ ശുശ്രൂഷയുടെ കാര്യമാണെങ്കിൽ പോലും, ഇപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ചിലപ്പം ഇന്നാളെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വേറൊരു രാജ്യത്തിൽ, സ്വിറ്റ്സർലൻഡിൽ, അതുപോലെ തന്നെ യൂറോപ്പിലെ 1-2 സ്ഥലങ്ങളിലൊക്കെ കൺവെൻഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് 2-3 ഇൻവിറ്റേഷൻസ് വന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഉള്ള പ്ലാനിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ വർക്ക് പ്ലേസിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കയറി വന്നു. അപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചു, കർത്താവെ, ഞാൻ ഇതിനകത്ത് ഏതാ പിക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ശുശ്രൂഷയുടെ കാര്യം ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് ഫോക്കസ് ചെയ്യേണ്ട. അത് ചിലപ്പം പല ആൾക്കാരും അത് ചിന്തിക്കും, ഈ വലിയൊരു അവസരമല്ലേ എന്ന് കണ്ട് അവരതിൻ്റെ പുറകെ പോകുകയാണ്. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, വെയിറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, റെസ്റ്റ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക. മൈ യോക്ക് ഈസ് ഈസി. ഞാൻ നിനക്ക് തരുന്ന കർത്താവ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തരുന്ന അതൊന്ന് ഈസി ആയിരിക്കും. അതിനകത്ത് കർത്താവിൻ്റെ ഒരു സഹായം ഉണ്ടായിരിക്കും. അവിടെ വെപ്രാളപ്പെട്ട് തലകുത്തി മറിഞ്ഞ് നമ്മളായിട്ട് അതൊന്നും വേണ്ട. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് കാണുവാനിടയായി. അപ്പോൾ എന്താ സംഭവിച്ചത്, ഞാനന്ന് എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റി. അതിനോടനുബന്ധമായിട്ട് എനിക്ക് ഇവിടെ തന്നെ റീഹാബിലിറ്റേഷൻ സെൻ്ററിലും ചില പ്രിസണിലും പല സ്ഥലങ്ങളിലും ഒക്കെയുള്ള ശുശ്രൂഷയുടെ വാതിലുകൾ ദൈവം തുറന്നു. അപ്പം അത് ഇവിടെയൊക്കെ 10-18 വർഷമായിട്ട് വന്ന മലയാളികൾക്ക് തുറന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം തുറന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും മാനുഷികമായിട്ട് അതായിരിക്കും നല്ലതെന്ന് ഓർക്കും. പക്ഷെ ദൈവത്തിനറിയാം വാട്ട് ഈസ് ബെറ്റർ. ദൈവത്തിന് നിനക്ക് ഏറ്റവും അനുഗ്രഹമായത് എന്താണെന്ന് വ്യക്തമായിട്ട് ഈശോയ്ക്കറിയാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക, ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. all you have to do is give your life completely into the hands of the master. ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക. അത്രമാത്രമാണ് ദൈവം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബീയിങ് ഇൻ ഹിസ് പ്രസൻസ്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ, കർത്താവിന്റെ ആ മഹത്വത്തിൽ അവനോടൊപ്പമായിരിക്കുക. അവന്റെ ആ സാന്നിധ്യത്തെ, അവന്റെ ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് ഈശോ ഏത് കാര്യത്തിനകത്തും കർത്താവിന് നമുക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. ഏത് സാഹചര്യത്തിലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.
ഇപ്പം ഇന്ന് ഈ ഫിലിപ്പിയ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തെ, ഫിലിപ്പിയ അല്ല കേട്ടോ, എൻ്റെ മനസ്സിൽ അങ്ങനെ വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തെ നിങ്ങളൊന്ന് റിസീവ് ചെയ്തേ. ഈശോ പറയുകയാണ്, ദാവീദിന്റെ താക്കോൽ എൻ്റെ കരങ്ങളിലുണ്ട്, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം എനിക്ക് നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ കഴിയും. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം എനിക്ക് നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ കഴിയും. അപ്പൊ ഫിലദൽഫിയയിലെ സഭയ്ക്ക് എഴുതുന്ന പറഞ്ഞ അവിടെ പറയുന്നത്, പരിശുദ്ധനും സത്യവാനുമാണ്. കർത്താവ് ആരാണ്? ഈശോ പരിശുദ്ധനാണ്, ഈശോ സത്യവാനാണ്. ഈശോ സത്യവാനാണ്. ആ പരിശുദ്ധനും സത്യവാനുമായ ദൈവം പറയുകയാണ്, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ പലപ്പോഴും ഉള്ള ഒരു ഭാരമാണ്, മനസ്സിന്റെ ഒരു വിഷമമാണ്. അതായത്, ദൈവമേ, പല ആൾക്കാർ എനിക്കെതിരായിട്ട് നിൽക്കുവാണല്ലോ, അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാതിലെങ്ങാനും അടഞ്ഞു പോവോ. ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ മെസ്സേജ് പറയാറുണ്ട്. അതായത് അവർ പറയണം അവരുടെ ബന്ധുക്കൾ തന്നെ എതിരായിട്ട് നിൽക്കുന്നു, അവരൊക്കെ ചില കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ബ്രദറെ എനിക്ക് പേടിയാണ്, വാതിലുകളൊക്കെ അടയുവോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവോ. അപ്പൊ മനുഷ്യന്റെ മനസ്സ്, ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നമ്മൾ ശ്രദ്ധിച്ചറിയാം, പലരും പല ഭയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മനസ്സ് മുഴുവൻ ഭയമാണ്. അപ്പൊ ഭയത്തിന്റെ ഒരു ഫലമാണ് ഇന്ന് ഒരുപാട് മനുഷ്യരെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയം എന്ന് പറയുമ്പോൾ അവര് ആ ഭയം കാരണം മനുഷ്യർ ഓടി നടക്കുന്നു, എല്ലാത്തിനും ഭയമാണ്, മൊത്തത്തിലൊരു ഭയമാണ്. ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അധികം കാണുന്ന വാക്ക് ഏതാണ്? ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അപ്പൊ കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത എന്താണ്? കർത്താവിന്റെ കരം വിജയകരമായ വലതുകരമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. വിജയകരമായ വലതുകരം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ? യേശുവിന്റെ വിജയകരമായ വലതുകരം നിങ്ങളോടൊപ്പമുണ്ട്. യേശുവിന്റെ വിജയകരമായ വലതുകരം നിങ്ങളോടൊപ്പമുണ്ട്. ആ വിജയകരമായ വലതുകരം കൂടെയുള്ള ഒരു വ്യക്തി പരാജയപ്പെടത്തില്ല. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ കാണുകയാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശോ ഈ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ്. ലോകത്തിലുള്ള സകലതിനേക്കാളും വലിയവനായ ഈശോ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളോടൊപ്പം നിന്ന് പറയുന്നു, ഭയപ്പെടേണ്ട. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും, അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ നിനക്ക് വേണ്ടി വാതിൽ തുറക്കും, അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ നിന്റെ മുൻപിൽ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പൊ ആരാ വാതിൽ തുറക്കുന്നത്? ഈശോയാ വാതിൽ തുറക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന എന്നാണെന്നറിയോ, നമ്മള് ഇപ്പം എന്നോട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ പറയാറുണ്ട്, ബ്രദറെ എനിക്കെതിരെ ആരെങ്കിലും ഒക്കെ മന്ത്രവാദം ആഭിചാരമൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുവാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഈശോയ്ക്കൊന്ന് സമർപ്പിച്ചേ. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി വാഴുമ്പോൾ, ആ കർത്താവായി വാഴുന്ന കർത്താവിനെയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആദ്യം നേരിടുന്ന ആരെയാ? ഈശോനെയാ, നിങ്ങളെ അല്ല. ഈശോനെയാണ് നേരിടുന്നത്. ഈശോനെയാണ് നേരിടുന്നത്. അപ്പൊ നമ്മൾ കാണേണ്ട എന്നാണെന്നറിയോ, നിങ്ങൾ ഇരിക്കുന്നത് ഈശോയ്ക്കുള്ളിലും നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? അതായത് വലിയൊരു ഈശോ ഇരിക്കുക, ആ ഈശോയുടെ ഉള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ കാണേണ്ട ഒരു സ്പിരിച്വൽ പിക്ചർ. ഈശോയുടെ ഉള്ളിൽ നമ്മളും നമ്മുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. ഈശോയുടെ ഉള്ളിൽ നമ്മളും നമ്മുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. പണ്ട് ഒരമ്മച്ചിക്ക് ഒരു ദർശനം ഉണ്ടായി. ഒരു ആന്റിയാണ് വചനമൊക്കെ പ്രസംഗിക്കുന്ന ഒരു വചനപ്രഘോഷകന്റെ വൈഫിന് അവര് ഒരു യാത്ര പോകുന്ന സമയത്ത് അവര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ അവര് തല കറങ്ങി വീണു. അപ്പം പൾസൊക്കെ നോക്കിയപ്പോൾ പൾസൊന്നും ഇല്ല. അപ്പൊ ആള് മരിച്ചു എന്ന് അവര് അനുമാനിച്ച് ആ ബോഡി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത്, അയർലൻഡിൽ തന്നെയാണ് കേട്ടോ, ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് ബോഡി ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് പൾസൊന്നും ഇല്ലായിരുന്നു. കുറെ നേരം പൾസൊന്നും ഇല്ല. ആള് മരിച്ചു എന്ന് തന്നെ എല്ലാവരും അനുമാനിച്ചു. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ആള്
തിരിച്ചു വന്നു. ആള് പെട്ടെന്ന് യേശുവിനെ കണ്ടേ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ആള് ഈ ട്രോളിയെ കൊണ്ടുവന്ന് മോർച്ചറിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ആൾ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ആള് പറയുവാണ്, ആള് കണ്ട ഒരു ദർശനത്തെക്കുറിച്ച് പറയുവാണ്. ആള് കണ്ട ദർശനം എങ്ങനെയായിരുന്നു പറയുന്നത്, ഈ തലകറങ്ങി വീഴുന്നതൊക്കെ ആള് ശരീരത്തിന് വെളിയിൽ വന്ന് കണ്ടെന്നാ പറയുന്നത്. ബോഡി ഇങ്ങനെ തലകറങ്ങി വീഴുകയും എല്ലാവരും ഓടിക്കൂടി ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഹസ്ബൻഡ് ഇങ്ങനെ വിഷമിക്കുന്നു. അപ്പം ഫ്ലൈറ്റ് ക്രൂവിലുള്ള ആൾക്കാരൊക്കെ വന്ന് എയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് ഇവരെ റിവൈവ് ചെയ്യാൻ നോക്കുന്നൊക്കെ ഇവര് ശരീരത്തിന് വെളിയിൽ നിന്ന് കണ്ടെന്നാ പറയുന്നത്. പിന്നെ 2 ദൂതന്മാർ ഇവരെ എടുത്തുകൊണ്ട് പോയി സ്വർഗത്തില് ഈശോയുടെ സന്നിധി, അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോ ഇവര് പറഞ്ഞൊരു സാക്ഷിയാണ് കേട്ടോ, ഞാൻ കേട്ടൊരു സാക്ഷിയാണ്. അപ്പൊ അതിനകത്ത് ആ ആന്റി പറഞ്ഞ ഇങ്ങനെയാണ്, അവര് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും കുറെ ആൾക്കാര് ഇങ്ങനെ ഈ ആന്റീനെ നോക്കുവാന്നാ പറയുന്നത്. പക്ഷെ ആന്റിയെ കുറിച്ച് എന്തൊക്കെയോ കുറ്റവും കുറവുകളൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ആന്റിയുടെ വേറൊരാളെ പുറകെ കണ്ടിട്ട് അവര് ഭയപ്പെടുന്നു. അപ്പൊ ആന്റി തിരിഞ്ഞു നോക്കിയിട്ട് ആരും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആന്റിക്ക് മനസ്സിലായത്, ആന്റി ഇരിക്കുന്നത് ഈശോയുടെ ഉള്ളിലാണ്. വന്നിട്ട് ഈശോ ഈ ആന്റിക്ക് ഒരു ഉത്തരവാദിത്തം തന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് ജീവിതം നൽകുകയാണ്. എന്റെ മക്കളോട് പറയണം ഈ ഒരു സത്യം, അവരിയ്ക്കുന്നത് എന്റെ ഉള്ളിലാണ്, അവരുടെ ഉള്ളിൽ ഞാനുണ്ട്. പിന്നെ ആന്റിയുടെ ഒരു ദൗത്യം ഇതായിരുന്നു. കുറെ നാൾ കൂടി ആന്റി ജീവിച്ച് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി കേട്ടോ, ഈശോയുടെ സന്നിധിയിലേക്ക് യാത്രയായി. അപ്പൊ അവർക്കൊരു ദൗത്യം ദൈവം കൊടുത്തത് ഇതായിരുന്നു, ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയണം, അവരിയ്ക്കുന്നത് ഈശോയുടെ ഉള്ളിലാണ്. നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈശോയുടെ ഉള്ളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വന്ന് ആദ്യം നേരിടുന്ന ആരാ? ഈശോയാണ്. ഈശോയുടെ കയ്യിൽ ദാവീദിന്റെ താക്കോലുണ്ട്. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെ തുറക്കുന്നവനാണ് ഈശോ. അപ്പൊ ഈശോയ്ക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്മ ഏതാണ്, അനുഗ്രഹം ഏതാണ്. ഏലിയ പ്രവാചകനോട് ദൈവം കെരീത്ത് തോടിലേക്ക് അതിന്റെ അരികത്ത് പോയിരുന്ന് വസിക്കാൻ ദൈവം ആജ്ഞാപിച്ചു. എന്തുകൊണ്ടാണത്? ജസബേൽ രാജ്ഞിയും അഹാബ് രാജാവും കർത്താവിന്റെ പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയാണ്, കൊന്നുകളയുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി നീ വിശ്രമിക്കുക. അപ്പൊ ചില സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ കുറെ നാളായിട്ട് സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ സ്റ്റക്കായ അവസ്ഥ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതം വിട്ടുകൊടുത്തിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതെന്തിനാണെന്നറിയാവോ? നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുവാണ്, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കെരീത്ത് തോട്ട് അരികത്ത് അവിടെ കർത്താവിന്റെ പ്രവാചകൻ അവിടെ വസിക്കുന്ന സമയത്ത് ഒരു മുമ്പോട്ട് എന്താകുന്ന ഒരു പിടുത്തവും ഇല്ല. ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ല. ആ സമയത്ത് ദൈവം ഒരു കാക്കയെ അയച്ച് ദൈവം ഭക്ഷണം കൊടുക്കുകയാണ് പ്രവാചകന്. കാക്കയെ അയച്ച് ദൈവം പ്രവാചകന് ഭക്ഷണം കൊടുക്കുക. ലോകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കാക്ക ഭക്ഷണം കൊടുക്കുന്നേ? കാക്ക വന്ന് ഭക്ഷണം കൊടുക്കുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കാക്ക വന്ന് നമ്മുടെ വീട്ടിലാണേലും എവിടെയല്ല കാക്ക ഭക്ഷണം റാഞ്ചിക്കൊണ്ട് പോകുന്നതല്ലേ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളൂ. ലോകവ്യാപകമായിട്ട് കാക്കയുടെ സ്വഭാവം അതാ. അയർലൻഡിലാണേലും UK കേരളത്തിലാണേലും തമിഴ്നാട്ടിലാണേലും പാകിസ്ഥാനിലാണേലും കാക്കയുടെ പരിപാടി എന്താ? ഭക്ഷണം റാഞ്ചുക. അയർലൻഡിലെ കാക്കയ്ക്ക് വേറൊരു സ്വഭാവമൊന്നുമില്ല കേട്ടോ. ലോകവ്യാപകമായിട്ട് കാക്കയുടെ സ്വഭാവമൊക്കെ സെയിമാണ്, എല്ലായിടത്തും സെയിമാണ്. അപ്പൊ നിങ്ങൾ അയർലൻഡിന്റെ ഭൂപ്രകൃതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, അയർലൻഡിലെ കാക്കയൊന്നും അങ്ങനെ അല്ലായിരിക്കും. ഒന്നുമല്ല, ലോകത്ത് മുഴുവൻ കാക്കയ്ക്ക് ഒരൊറ്റ സ്വഭാവമുള്ള അവൻ ഭക്ഷണം റാഞ്ചി എടുത്തുകൊണ്ട് പോകും. അവൻ ആർക്കും ഭക്ഷണം കൊടുക്കുന്നവനല്ല. പക്ഷെ ഇവിടെ ഒരു കാക്ക ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യം അവിടെ നടക്കുകയാണ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റക്കായ പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണെങ്കിൽ, ഒരിക്കലും മറ്റുള്ളവരുടെ ചിന്തയിൽ പോലും ഇല്ലാത്ത ചില ദൈവപ്രവർത്തികൾക്കും നിങ്ങൾ സാക്ഷികളാകും. ഈശോയിൽ വിശ്വസിച്ച് മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അൺയൂഷ്വലായിട്ടുള്ള മിറക്കിൾസ് അത് സംഭവിക്കും. ഇതൊരു അത്ഭുതമാണ്. നിങ്ങൾ ഇത് തിരിച്ചറിയുക. ഈശോയിൽ വിശ്വസിക്കുന്ന എത്ര പ്രായം കൂടിയ വ്യക്തിയാകട്ടെ കുറഞ്ഞ വ്യക്തിയാകട്ടെ, ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, വീര്യപ്രവർത്തികൾ സംഭവിക്കും. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും അതിനകത്തൊരു അത്ഭുതം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഒരത്ഭുതം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഒരടയാളം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വർധനവിന് വേണ്ട ചില കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏലിയ പ്രവാചകനെ ദൈവം എങ്ങോട്ട് അയക്കാൻ വേണ്ടി അവിടെ കുറെ കാലഘട്ടം മാറ്റി നിർത്തിയത്? സറാഫത്തിലേക്ക് ദൈവം അയക്കുക, ഒരു ഉത്തരവാദിത്വം നൽകി. അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷന് വേണ്ടി ദൈവം ഒന്ന് മാറ്റി നിർത്തിയതാണ്. പക്ഷെ അവിടെ ദൈവം സംരക്ഷിക്കുക കൂടി ചെയ്യുകയായിരുന്നു. പുറത്തിറങ്ങാൻ താല്പര്യം കാണും പ്രവാചകന്, കാരണം പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം പറയാം, നീ അവിടെ കുറെ നാൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ, സ്വീകരിക്കുവാൻ. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കാക്ക ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു കാക്കയെ ഒരുക്കി ദൈവം അൺയൂഷ്വലായി കർത്താവിന്റെ പ്രവാചകനെ അനുഗ്രഹിക്കുകയാണ്. ആ ഒരു സമയത്ത് ആഹാബ് രാജാവിൽ നിന്നും ജസബേൽ രാജ്ഞിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും പ്രവാചകനെ സംരക്ഷിക്കുകയാണ്. പുതിയൊരു ദൗത്യത്തിന് വേണ്ടി പ്രവാചകനെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിന്റെ കർത്തൃത്വം വിട്ടുകൊടുത്തിട്ടും പലരുടെ മുൻപിൽ കളിയാക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകുന്നത് എന്ന നിമിത്തം ചോദ്യങ്ങൾ പലരും പല സ്ഥലത്തു നിന്നും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് കിട്ടി, നിനക്കെന്താ കിട്ടാത്തത്, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിന്റെ നേരെ കൈകൾ ഉയർത്തി, കണ്ണുകൾ, എന്താ ചില വ്യക്തികളുടെ നോട്ടങ്ങൾ പോലും, പുച്ഛഭാവത്തോടുള്ള നോട്ടങ്ങൾ നിമിത്തം നിന്റെ മനസ്സ്, നിന്റെ മൈൻഡ്, നിന്റെ തല താഴുവാൻ ഇന്ന് ദൈവം പറയും, നിന്റെ തല താഴരുത്. എന്റെ മകനും മകളുടെയും തല താഴരുത്. നിങ്ങളുടെ തല ഉയർന്നിരിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഐ വിൽ മേക്ക് യു ദ ഹെഡ്, നെവർ ബി ദ ടെയിൽ. നീ വാലല്ല, നീ തലയാ. തല വാലല്ല, തലയാക്കി ഞാൻ നിന്നെ ഉയർത്തും. വാലല്ല, തലയാക്കി ഞാൻ നിന്നെ ഉയർത്തും. കാരണം ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. നിന്റെ മുഖം ആടുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഇത് ദൈവം ഒരുപാട് പേരോട് സംസാരിക്കുന്ന, ഒരുപാട് പേർക്ക് നൽകുന്ന ഒരു മെസ്സേജാണ്. കർത്താവ് സൗരങ്ങളെ, ഈ ലോകത്തിലെ മനുഷ്യരുടെ ഒരു രീതി എന്നാണെന്നറിയോ? അതായത് അത് അത്യന്തികമായിട്ട് ആന്തരിക മുറിവുള്ള മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ഒരു കാര്യമാണ്. വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുന്ന ഒരു ലോകമല്ല. വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ ചിലപ്പോൾ ഒന്ന് ആദ്യം ഒന്ന് സമാശ്വസിപ്പിച്ചിട്ട് മാറി നിന്ന് കല്ലെറിയുന്ന, കളിയാക്കുന്ന ഒരു ലോകമാണ്. ഏത് കാര്യമായിക്കോട്ടെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ മരിച്ചു പോയി കഴിഞ്ഞ സമയത്ത് ഞാൻ വല്ലാതെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നൊരു സമയമുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ഞാൻ വർക്കിലൊന്നും പോയില്ല. കാരണം എനിക്ക് വിഷമമായിരുന്നു. കുറേ നാൾ ഞാനിവിടെ അയർലൻഡിലാണെങ്കിൽ പോലും കുറച്ച് നാൾ ഞാൻ ബ്രേക്ക് ഒക്കെ എടുത്തു. ആ സമയത്ത് കുറേ മനുഷ്യർ എന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. കണ്ടില്ലേ, ഇവനൊക്കെ ഇതൊക്കെ ഒന്ന് ഗെറ്റ് ഓവർ ചെയ്യണം. അപ്പനൊക്കെ മരിച്ചു പോയെന്ന് വെച്ചാൽ ഇതൊക്കെ ഗെറ്റ് ഓവർ ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പം ഞാൻ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ എല്ലാവർക്കും അപ്പനും അമ്മയും ഉണ്ട്. ഈ പറയുന്ന കളിയാക്കുന്ന ആൾക്കാർക്കെല്ലാം അപ്പനും അമ്മയും ഉണ്ട്. അപ്പം മരിച്ചുപോയ വേദന അനുഭവിക്കുന്ന ആൾക്കേ അതിന്റെ വേദന അറിയത്തുള്ളൂ. അപ്പൊ അതറിയാത്തവൻ എന്നാ പറയും, ഇതൊക്കെ ഗെറ്റ് ഓവർ ചെയ്യണം, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഓവർകം ചെയ്യണം. ഈ ഓവർകം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ, ഈ കളിയാക്കുന്നവന്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ ഒരു വേദന കടന്നു പോയിട്ടില്ല. അപ്പോൾ അവന് വേദനിക്കുന്ന ഒരു വ്യക്തി പരാജിതനായിട്ട് തോന്നുകയാണ്. ഇതാണ് ഈ ലോകം. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേദനയുണ്ടെങ്കിൽ അത് പരാജയമായിട്ട് കാണുന്ന മനുഷ്യർ ചുറ്റും നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ തല കുനിക്കരുത്. ഈ വേദനയ്ക്ക് നടുവിൽ നിങ്ങൾ തല കുനിക്കരുത്. കളിയാക്കുന്നവർക്ക് നടുവിൽ നിങ്ങൾ തല കുനിക്കരുത്. ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ നിങ്ങൾ തല കുനിക്കരുത്. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തല ഉയർത്തി നിൽക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ആരും നിങ്ങൾക്ക് അനുകൂലമായിട്ടില്ല, എല്ലാവരും നിങ്ങൾക്ക് എതിരാ. പക്ഷെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. റോമ 8:31 നമ്മൾ കാണുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്കെതിരായിട്ട് നിൽക്കുക? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് നമുക്കെതിരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞേ. എൻ്റെ ഈശോ എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ആരാണ് എനിക്കെതിരായിട്ട് നിൽക്കുക? എൻ്റെ ഈശോ എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ആരാണ് എനിക്കെതിരായിട്ട് നിൽക്കുക? പറഞ്ഞേ. എൻ്റെ ഈശോ എൻ്റെ പക്ഷത്തുണ്ട്. ഒരു 10 പ്രാവശ്യം പറഞ്ഞേ, എൻ്റെ ഈശോ എൻ്റെ പക്ഷത്തുണ്ട്. ഈശോ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഫരിസേയർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് യേശു ഈ പാപികളുടെ കൂടെ വന്ന് നിന്ന് അവരുടെ കൂടെ നിൽക്കുക. എന്നിട്ട് അന്നത്തെ കാലത്തെ ഫരിസേയർ പല കാര്യങ്ങളും പറഞ്ഞ് ഇവര് കൊള്ളരുതാത്തവരാണ്, ഒരിക്കലും ദൈവം ഇവരുടെ പക്ഷത്ത് നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ അരികിൽ വന്നാണ് ഈശോ അവരുടെ പക്ഷം കയറി നിൽക്കുന്നത്. അപ്പൊ ഫരിസേയർ പറഞ്ഞു, ഇതെങ്ങനെയാ ഈ ദൈവം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന, ഇവർക്കൊക്കെ ഒരുപാട് കുറവുള്ള മനുഷ്യരല്ലേ? ഈശോ പറഞ്ഞ എന്താ, വെള്ളയടിച്ച കുഴിമാടങ്ങളെ, ഈ മനുഷ്യര്
ഇവര് പാവങ്ങളാ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മനുഷ്യരാ, മുക്കുവരായ സാധാരണക്കാരാ. ഇവരുടെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ ഞാൻ വന്ന് നിൽക്കുന്നേ? ഞാൻ ഇവർക്ക് അനുകൂലമാണ്. ഈശോ നിനക്ക് അനുകൂലമാണ് കേട്ടോ. ഈശോ നിനക്ക് അനുകൂലമാണ്. ഈശോ നിനക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നിങ്ങൾ കണ്ണ് തുറന്ന് ദൈവത്തിന്റെ വചനം ബൈബിള് പുതിയ നിയമം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈശോ ആർക്കാണ് അനുകൂലമായിട്ട് നിന്നതെന്നും ആർക്കാണ് എതിരായിട്ട് നിന്നതെന്നും വളരെ വ്യക്തമായിട്ട് അവിടെ കാണുന്നുണ്ട്. ആർക്കാ ഈശോ അനുകൂലമായിട്ട് നിന്നേ? പറഞ്ഞേ, ആർക്കാ ഈശോ അനുകൂലമായിട്ട് നിന്നേ? ഈശോ അനുകൂലമായിട്ട് നിന്ന ആർക്കാ? അന്നത്തെ കാലത്ത് എല്ലാവരും മാറ്റി നിർത്തിയവരും, എല്ലാവരും ഉപേക്ഷിച്ചവരും, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്തവർ. അന്നത്തെ സിനഗോഗുകളിലൊക്കെ ഈ മനുഷ്യന്റെ സമ്പത്തിനനുസരിച്ചായിരുന്നു മാന്യത കൊടുത്തുകൊണ്ടിരുന്നത്. പല കാറ്റഗറിയിൽ മനുഷ്യരെ പെടുത്തുമായിരുന്നു. ഉയർന്ന സമ്പത്തുള്ളവർക്ക് പള്ളികളിൽ വലിയ സ്ഥാനമായിരുന്നു. സാധാരണ സമ്പത്തുള്ളവർക്കും സമ്പത്ത് കുറഞ്ഞവർക്കൊന്നും പള്ളിയിൽ വലിയ സ്ഥാനം ഇല്ല അന്നത്തെ കാലഘട്ടത്തിൽ. യേശു വന്നിട്ടുണ്ടല്ലോ, ഈ സാധാരണക്കാരെയും ഏറ്റവും സ്ഥാനം കുറഞ്ഞവരെയൊക്കെ, അതായത് പള്ളി വലിയ സ്ഥാനമില്ലാത്തവരെയൊക്കെ, അങ്ങനെയൊക്കെ ഇവര് അന്നത്തെ കാലത്തെ മതപുരോഹിതരും ഫരിസേരും പറയുമായിരുന്നു, സമ്പത്തുള്ളവനാണ് ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. ഏത്? സമ്പത്തില്ലാത്തവൻ, പാവങ്ങളായിട്ടുള്ളവൻ, അവരൊക്കെ പാപികളാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ കുറവുകളുള്ളവരാണ്, അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ. ദൈവം അവരിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നത്. അവരൊക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മനുഷ്യർക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? അവരൊക്കെ പല വീഴ്ചകളും കുറവുകളും ഉള്ളവരാണ് എന്ന് പറയുന്ന മതപുരോഹിതരെ നോക്കിയാണ് യേശു കർക്കശമായ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞേക്കുന്നത്. അവർക്കെതിരെയാണ് യേശുവിന്റെ ഏറ്റവും വലിയ സംസാരങ്ങൾ ഉയർന്നേക്കുന്നത്. ബൈബിള് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി വായിച്ചു, വളരെ വ്യക്തമായിട്ട് ബൈബിള് നമ്മൾ കാണാം. ഒരൊറ്റ സ്ഥലത്ത് പോലും കർത്താവ് ഈ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന പച്ചയായ ജീവിതം നയിക്കുന്ന പച്ച മനുഷ്യരെ കർത്താവ് മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും ചേർത്ത് നിർത്തുവാണ്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും പലർക്കും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഫരിസേയ ദുരാത്മാവാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ശക്തമായി പ്രിവേർ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് കത്തോലിക്കനെന്നോ പ്രൊട്ടസ്റ്റന്റുകാരനോ പെന്തക്കോസ്തുകാരനെന്നോ ഇന്ന മതമോ ഇല്ല. ഫരിസേയന്റെ ഉള്ളിൽ വ്യാപരിച്ച ഒരു നെഗറ്റീവ് സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്താ? അത് ജഡ്ജ്മെന്റൽ സ്പിരിറ്റ് ആണ്. എല്ലാവരെയും വിധിക്കും. ആരും പൂർണ്ണരല്ല, ഞങ്ങൾ മാത്രമാണ് പൂർണ്ണരെന്ന് വിധിക്കുന്ന ഒരു സ്പിരിറ്റാണ്. എന്നാൽ ഈശോയുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈശോ ആ സ്പിരിറ്റിലല്ല മനുഷ്യരെ നോക്കുന്നത്. ഈശോ ഒരപ്പന്റെ ഹൃദയത്തിലാണ് മനുഷ്യരെ നോക്കുന്നത്. ഒരപ്പന്റെ ഹൃദയത്തിൽ മക്കളോടുള്ള സ്നേഹം ഇല്ലേ? അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങള് നിങ്ങളുടെ മക്കൾക്ക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അപ്പനും അമ്മയും മുട്ട ചോദിച്ചു കഴിഞ്ഞാൽ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന, അല്ലെങ്കിൽ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന ഏതെങ്കിലും അപ്പനും അമ്മയും ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പിതാവ് എത്രയോ അധികമായി എൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ സാധാരണക്കാരോട് പറയാം, മക്കളെ, നിങ്ങളുടെ വേദന ഞാൻ അറിയുന്നു. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ ഈശോ ഒരിക്കലും വിളിച്ചില്ല. മതപുരോഹിതരെ, ഫരിസേയരെ, സദൂക്യരെ, ലേവിയരെ, പെന്തക്കോസ്തുകാരെ, കരിസ്മാറ്റിക് വചനപ്രഘോഷകരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുമെന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്ന മക്കളെ, കുടുംബത്തിന് വേണ്ടി ഓടുന്നവരെ, പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാതെ വണ്ണം ജീവിതത്തിൽ വിഷമിക്കുന്നവരെ, വേദനിക്കുന്നവരെ, നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം ഞാൻ നൽകുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. I will give you the rest. ഈ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരെ ഈശോ വിളിക്കുകയാണ് ലോകത്തിന് തരുവാൻ കഴിയാത്തൊരു വിശ്രമം. ആ വിശ്രമം നൽകുന്ന സ്ഥലമാണ് പരിശുദ്ധ കുർബാന. ആ വിശ്രമം നൽകുന്ന സ്ഥലമാണ് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന എളിമയുള്ള ഒരു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്ന് വസിക്കുന്നു, വിശ്രമിക്കുന്നു. ഞാൻ ഈ പച്ചയ്ക്ക് സത്യം വിളിച്ചു പറയാൻ കാരണം ദിസ് ഈസ് ദ ട്രൂത്ത്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കോൺഫിഡൻസിലാണ് പറയുന്നത്. ഇതാണ് സത്യം. എളിമയുള്ള ഒരു മനുഷ്യൻ യേശുവിന്റെ സന്നിധിയിൽ, നിങ്ങൾ ലോകത്ത് ഏത് രാജ്യത്താകട്ടെ, ഏത് ഭാഷയിലുള്ള കുർബാനയാകട്ടെ, ഒരു സാധാരണ മനുഷ്യനായിരിക്കും കുർബാന ചെല്ലുന്ന ഒരു വൈദികൻ, കർത്താവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി. ഇപ്പൊ പള്ളി 2-3 പേരെ ഉള്ളായിരിക്കും, പ്രായം ചെന്ന ഒരു അപ്പച്ചനായിരിക്കും, ഒരു വൈദികനായിരിക്കും. ആ മനുഷ്യൻ കുർബാന ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയിലേക്ക് നോക്കരുത്.
യേശു നിങ്ങളെ വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഐ വിൽ ഗിവ് യു ദ റെസ്റ്റ്. ഇന്ന് യേശുവിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അരികിൽ യേശുവുണ്ട്, നിങ്ങൾക്കരികിൽ ഈശോയുണ്ട്. ഈശോ പറയാം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഐ വിൽ ഗിവ് യു മൈ റെസ്റ്റ്. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സീക്രട്ടാണ് കേട്ടോ. അതായത് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് വിശ്രമിച്ചു എന്ന് നമ്മൾ കാണുന്നല്ലേ. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. ഹി എന്റേർഡ് ഇൻടു ദ റെസ്റ്റ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യന് ദൈവം ഉറങ്ങാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യനും ഉണ്ടല്ലേ. ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഇല്ല. നമ്മൾ ഉറക്കം ഉണർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് മുഴുവൻ ആവലാതികളാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓർത്ത് എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഓർത്ത് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോവുക. മക്കളുടെ കാര്യം എന്താവും. ചെറുപ്പത്തിലായിരുന്നപ്പോഴത്തേക്കും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SSLC എക്സാം വലിയ സംഭവമാണ്. അത് കഴിയുമ്പോൾ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 എക്സാമായി. അത് കഴിയുമ്പോൾ ഡിഗ്രിയായി, പിന്നെ ജോലിയായി, ജോലി കിട്ടി, എല്ലാം കഴിയുമ്പോൾ പിന്നെ കല്യാണമായി. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത കാര്യമായി, പിന്നെ മക്കളുടെ കാര്യമായി, പിന്നെ മക്കളുടെ വളർച്ചയുടെ കാര്യമായി. ഇതിങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലേ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാൻ വരെ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ ഇതിനോടകം കടന്നു പോയേക്കുന്നത്. ഇനിയും എന്തെല്ലാം കാര്യങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആയിട്ട് അങ്ങ് പോവുകയാണ്. സത്യത്തില് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ അവന് കിട്ടുന്ന സ്വസ്ഥത, യഥാർത്ഥ സ്വസ്ഥത തരുന്ന ഒരേ ഒരു സ്ഥലം അത് ഈശോയുടെ അരികിൽ നിന്ന് മാത്രം. അത് ഈശോയിൽ നിന്നാണ് ആ സ്വസ്ഥത കിട്ടുന്നത് കേട്ടോ. വേറെ എങ്ങും ആ സ്വസ്ഥത കിട്ടത്തില്ല. നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഒരു ധ്യാനഗുരുവിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് വലിയ അഭിഷേകം ഉള്ളതെന്ന് പറയുന്ന ഒരു ധ്യാനഗുരു, ആ ധ്യാനഗുരു എപ്പോഴും നമ്മുടെ കൂടെ കാണും. ഏതെങ്കിലും ഒരു വചനപ്രഭാഷണോ കൗൺസിലറോ നമ്മുടെ കൂടെ കാണും. ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ പോയി കഴിയുമ്പോൾ അവരുടെ ഒരു കൈവപ്പ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കിട്ടിക്കഴിയുമ്പോൾ 2-3 ദിവസത്തേക്ക് അതിന്റെ എഫക്റ്റ് പോലെ ഫീൽ ചെയ്യും. പിന്നെ ആരാ കൂടെ ഉള്ളത്? ഈശോയെ കൂടെ ഉള്ളത്. അപ്പൊ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ലൈക്ക് അക്സെപ്റ്റ് ദ ട്രൂത്ത്. സത്യത്തെ നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഈശോ അല്ലാതെ വേറെ ആരും എനിക്കില്ല. ഈശോയാണ് എൻ്റെ എല്ലാം. ഈശോയിലാണ് എനിക്ക് യഥാർത്ഥ സമാധാനം കിട്ടുന്നത്. ആ ഈശോ എൻ്റെ കൂടെ ഉള്ളതിനാൽ ആ ഈശോ നൽകുന്ന സമാധാനത്തിൽ ഞാൻ മുൻപോട്ട് പോകും. എൻ്റെ ജീവിതത്തിന്റെ കർത്താവ് ഈശോ ആയതുകൊണ്ട് ഈശോ എൻ്റെ കുടുംബത്തെ നോക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും, എൻ്റെ ജീവിത പങ്കാളി ഈശോ സംരക്ഷിക്കും, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ എൻ്റെ ഈശോ സംരക്ഷിക്കും, എൻ്റെ കുടുംബത്തെ ഈശോ പ്രൊട്ടക്ട് ചെയ്യും. ഈശോ എന്നെ സൗഖ്യമാക്കും, ഈശോ എന്നെ വഴി നടത്തും, ഈശോ എന്നെ അനുഗ്രഹിക്കും, ഈശോ എന്നെ ഉയർത്തും. ഞാൻ എൻ്റെ ഈശോയുടെ ഉള്ളിൽ സുരക്ഷിതനാണ്. ഈശോ എൻ്റെ ഉള്ളിലും ഞാൻ എൻ്റെ ഈശോയുടെ ഉള്ളിലുമാണ്. ഈ പിക്ചർ നമ്മളൊന്ന് കാണണം കേട്ടോ. നമ്മൾ ഈശോയുടെ ഉള്ളിലും ഈശോ നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. അപ്പൊ നമ്മൾ ദിവികാരുണ്യ ചാപ്പലിൽ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്നാ സംഭവിക്കുന്നത്? എന്റെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ സ്പിരിച്വൽ മിസ്റ്ററിയാണ് ആ സമയത്ത് സംഭവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ ഉള്ളിൽ നമ്മൾ വസിക്കുന്നു. ആ ദൈവത്തിന്റെ തിരുശരീരത്തെ, ദൈവത്തെ തന്നെ നമ്മൾ കാണുകയാണ്. എത്ര മനോഹരമായ ഒരു നിമിഷമാണ് ഓർത്തെ. ആ നിമിഷം അവിടെ നമ്മൾ കണ്ണുകൾ അടയ്ക്കാൻ നമ്മൾ കാണണം. യേശുവിന്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ യേശു ഇരിക്കുന്നു. യേശുവിന്റെ ജീവനുള്ള തിരുശരീരത്തെ നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നു. ആ സമയത്ത് നമ്മുടെ ശരീരങ്ങളിലേക്കും ആത്മാവിലേക്കും ജീവനിലേക്കും പ്രവഹിക്കുന്ന അത്ഭുതങ്ങൾ എത്രമാത്രമാണ്. ലോകത്ത് ഏറ്റവും അധികം അത്ഭുതങ്ങൾ നടക്കുന്ന സമയം ദിവ്യകാരുണ്യ ആരാധന സമയത്താണ്, പരിശുദ്ധ കുർബാനയിലാണ്. അത് അവിടെ ആ കുർബാന അർപ്പിക്കുന്ന വൈദികന്റെ യോഗ്യതയല്ല അവിടെ. പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതായത് കുർബാന ചെല്ലുന്ന വ്യക്തിയുടെ യോഗ്യത, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അവരൊക്കെ നമ്മളെ ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് പാട്ട് പാടുന്നവരും കുർബാന ചെല്ലുന്നവരൊക്കെ ആ സമയത്ത് ഈ ഒരു മിസ്റ്ററിയിലേക്ക് നമ്മളെ വഴി നടത്തുക. ലിറ്ററലി ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് റിവീലിംഗ് ഹിസ് മാനിഫെസ്റ്റിംഗ് ഗ്ലോറി ഇൻ ദാറ്റ് പ്ലേസ്. കർത്താവിന്റെ മാനിഫെസ്റ്റിംഗ് ഗ്ലോറിയാണ് അവിടെ റിവീൽഡ് ആവുന്നത്. കർത്താവിന്റെ മാനിഫെസ്റ്റിംഗ് ഗ്ലോറി അവിടെ റിവീൽഡ് ആവുകയാണ്. അവിടെ വലിയൊരു സ്പിരിച്വൽ എന്താ പറയുന്നത്, ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് 2 കൊരിന്തോസ് 1:20 നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഞാൻ പലപ്പോഴും ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്തൊരു കാര്യമുണ്ട്. നിങ്ങൾ അവരിവരും പറയുന്ന ഒന്നും കേൾക്കരുത്. നിങ്ങൾ സാധിക്കുന്നിടത്തോളം പരിശുദ്ധ കുർബാന കാണുക. എന്നാൽ ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആ സ്വീകരിക്കുന്ന സമയത്ത് വിശ്വസിക്കണം, ഈശോയുടെ ക്ഷതങ്ങളിലൂടെ ഞാൻ സൗഖ്യമാകുന്നു. ഈശോയിലൂടെ ബൈബിളിലെ എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പഴയ നിയമത്തില് അവര് അപ്പം മുറിക്കുന്ന ശുശ്രൂഷയില് ജൂതന്മാര്
ഈ അവരെടുക്കുന്ന അപ്പത്തിന് പോലൊരു പ്രത്യേകത ഉണ്ട്. അതിനകത്ത് ഞാൻ ജൂതന്മാർക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. അവര് ആ ഒരു യോം കിപ്പൂറിന്റെ ഒക്കെ സമയത്തും ഒക്കെ അവര് ഈ അപ്പം എടുക്കുമ്പോൾ ആ അപ്പത്തിൽ തന്നെ നമ്മൾ ആ അപ്പം പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്ത് പരിതരുത്ത്, അതായത് ഈ വിണ്ട് കീറിയത് പോലത്തെ ചില പോർഷൻസ് ഒക്കെ ഉണ്ട്. അത് ഈ പുളിപ്പില്ലാത്ത അപ്പം എന്നൊക്കെ പറയുന്ന ആ ഒരു അപ്പം ജൂതന്മാർ ഇപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അവരത് പ്രത്യേക രീതിയിൽ അത് കുക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഈശോയുടെ ശരീരം നോക്കിക്കേ, ഈശോയുടെ ശരീരം തകർക്കപ്പെട്ടു അല്ലെ, ഉഴവുചാല് കീറുന്നത് പോലെ കീറി മുറിക്കപ്പെട്ടു. അപ്പൊ ആ തിരുശരീരം അത്രമാത്രം വിണ്ട് കീറിയത് ഈ ഒരു അപ്പത്തിന്റെ ഒരു റിസംബിൾനെസ്സിന് വേണ്ടിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നതിന് വേണ്ടി കർത്താവ് ആ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് ഉഴവുചാല് കീറുന്നത് പോലെ ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട ആ ദിവ്യമായ ശരീരമാണ് നമുക്ക് ഭക്ഷണമായി നൽകുന്നത്. അതുകൊണ്ട് യേശയ്യാ പ്രവാചകൻ പറഞ്ഞ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന് 5-ാം വാക്യം, യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ ഏറ്റവും അധികം രോഗസൗഖ്യങ്ങൾ നടക്കുന്നത് ഒരു ശുശ്രൂഷയിലല്ല, പരിശുദ്ധ കുർബാനയിലാണ്. യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് ലോകത്തിൽ ഏറ്റവും അധികം അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇതിനി ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതാണ് സത്യം. എത്ര വലിയ രോഗശാന്തി ശുശ്രൂഷകൻ വന്നാലും വന്നില്ലേലും ഏറ്റവും അധികം രോഗശാന്തി നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടി പോകുന്നത് അത് കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും തിരിച്ചറിവോടെ നീ സ്വീകരിക്കുന്ന നിമിഷമാണ്. നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണം. നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ് എന്താ? എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ വന്നത്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഈശോ ബലിയായി തീർന്നത്, എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ ജീവനെ നൽകിയത്, എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഈശോ അടിപ്പിണരേറ്റത്, ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. ആ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ എനിക്ക് സൗഖ്യം ലഭിക്കുന്നു. ആ ഈശോയുടെ ക്ഷതങ്ങളിലൂടെ എനിക്ക് സൗഖ്യം ലഭിക്കുന്നു. ഹല്ലേലൂയ. നല്ല ഈശോയെ, ഇന്ന് ഈ പ്രഭാതത്തില് കർത്താവേ, എൻ്റെ ഈ സഹോദരങ്ങളോടൊപ്പം അവരോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ശക്തി ഓരോ ഭവനങ്ങളിലും വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ വിടുതലിന് വേണ്ട വില മുഴുവനും കൊടുത്ത് ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നവനായ യേശുവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ പരിശുദ്ധ കുർബാനയുടെ റെവലേഷൻ കിട്ടും. റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി ഓഫ് ദ ഹോളി മാസ്, ദ ഹോളി കമ്മ്യൂണിയൻ. അത് കിട്ടിയ ഒരു വ്യക്തി പരാജയപ്പെടത്തില്ല. കാരണം അവൻ മനസ്സിലാകും, അവന്റെ ശരീരത്തോടും ആത്മാവിനോടും ചേർന്ന് അവന്റെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, അവന്റെ വിടുതലിന് വേണ്ടി സംസാരിക്കുന്ന തിരുശരീരവും തിരുരക്തവും അവന്റെ ശരീരത്തിനോടും ആത്മാവിനോടും ചേർന്ന് നിൽക്കുന്നു. യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും ഒരു മനുഷ്യന്റെ ശരീരത്തോട് ചേർന്ന് അവന് വേണ്ടി സംസാരിക്കുകയാണ്. കർത്താവിന്റെ രക്തത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആബേലിന്റെ രക്തം, നീതിമാനായ ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തം. ആ രക്തമാണ് ഈശോയുടെ രക്തം. ആ രക്തവും ശരീരവും ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തിയുടെ നീതിക്കായിട്ട് സംസാരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഇടപെടുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പറയുകയാണ്, ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു, ഈ വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, ഈ വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ആ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തത്തിന്റെയും ശക്തിയാണ് നിന്നെ വാലല്ല തലയാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ. നിന്നെ വാലല്ല, നിന്നെ തലയാക്കി തീർന്നു. നിനക്ക് ഉയർച്ച തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പറഞ്ഞ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തികമായി എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ഈ വചനത്തെ റിസീവ് ചെയ്ത് പറയും. 2 കൊരിന്തോസ് 9:8 നമ്മൾ കാണുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുന്നതിനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകുവാൻ
കഴിവുറ്റവനാണ് ദൈവം. നമ്മുടെ ദൈവം കഴിവുറ്റവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും സൽകൃത്യങ്ങൾ ധാരാളം ചെയ്യുന്നതിനും വേണ്ട അനുഗ്രഹം നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ദൈവം കഴിവുറ്റവനാണ്. ദൈവം സർവശക്തനാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ അവിടുത്തേക്ക് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ അവിടുത്തേക്ക് കഴിയും. എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം നമുക്ക് നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. കഴിവുറ്റവനാണ് ദൈവം. അതിന്റെ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവ് നമ്മളെ പ്രതി ദരിദ്രനായി തീർന്നു. ഈശോയെ തന്നെ നമുക്ക് നൽകി, അല്ലേ? ഈശോയെ തന്നെ നൽകി. എന്തിനാ? നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ കാര്യം ഈ 2 വചനം ഒന്ന് ഓർക്കാവോ? 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം, 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8-ാം വാക്യങ്ങൾ ഓർക്കാൻ എളുപ്പം. 8, 9, 9, 8. 8-ന്റെ 9-ൽ പറയുകയാണ്, ഈശോ നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. ഈശോ നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു. എന്തിനാണ്? നമ്മൾ ഈശോയിലൂടെ സമ്പന്നരാകുന്നതിന് വേണ്ടി. ഈശോ നമ്മെ പ്രതി ദരിദ്രനായി തീർന്നു എന്തിനു വേണ്ടിയാണ്? നമ്മളെ പ്രതി ഈശോയെ പ്രതി നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടി. ഈശോയെ പ്രതി നമ്മൾ സമ്പന്നരാകുന്നതിന് വേണ്ടി ഈശോ ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പള്ളി വന്നതാണേ. ഇവിടുത്തെ സെമിത്തേരിയാണ് കേട്ടോ. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, കുർബാന തുടങ്ങാൻ 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളെ പ്രതി ഈശോ ദരിദ്രനായി തീർന്നു. നമ്മളെ പ്രതി ഈശോ ദരിദ്രനായി തീർന്നു. അപ്പം ഇന്ന് ഞാൻ ഈ പള്ളി വരാൻ എനിക്കൊരു ഫീലും ഉണ്ടായി. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉച്ച കഴിഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പം അതിന് പോകുന്നതിന് മുമ്പ് രാവിലെ കുർബാനയ്ക്കായിട്ട് വന്ന് 10 മണിക്കാണ് കുർബാന. നമ്മുടെ നാട്ടിലെ പോലെ 6:30-ക്കുള്ള കുർബാനയൊന്നുമില്ല, 10 മണിക്ക് കുർബാന. പിന്നെ ഈവനിങ്ങിൽ മാസമുണ്ട്, വീക്കെൻഡിലും മാസമുണ്ട്. വീക്കെൻഡിൽ വൈകുന്നേരം 6 മണിക്ക് മാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു സെമിട്രിയാണ്. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ നേഴ്സിംഗ് ഹോമിലൊക്കെ ഞാനന്ന് വർക്ക് ചെയ്യുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരുപാട് പേരെ ഒരുക്കി ഈശോയുടെ സന്നിധിയിലേക്ക് വിടാൻ പറ്റി. അങ്ങനെ കുറേ ആൾക്കാർ പരിചയമുള്ളവരൊക്കെ അടക്കിയ ഒരു സെമിട്രിയാണിത്. കോവിഡിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളായിരുന്നു, അല്ലേ, ഈ ആശുപത്രിയിലും നഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ശുശ്രൂഷ ചെയ്യുന്നതെല്ലാം. കാരണം പലർക്കും അന്ന് ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛന്മാർക്കൊന്നും വരാനോ എല്ലാ കുദാശകൾ, അന്ത്യകുദാശകൾ, പ്രാർത്ഥനകൾ എല്ലാം ചൊല്ലി അവസാനം ഈശോയുടെ സന്നിധിയിലേക്ക് ഉള്ള ലാസ്റ്റ് പ്രയേഴ്സ് വരെയും ചെല്ലുന്നത് ഇങ്ങനെ അന്ന് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരായിരുന്നു. ഞങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ ആയിരുന്നു. അപ്പം അന്ന് കോവിഡിൻ്റെ സമയത്താണ് നമുക്ക് ഇവർക്കെല്ലാം കുർബാന കൊടുക്കാനും ഒക്കെ ആയിട്ട് പിതാക്കന്മാർ ഞങ്ങൾക്ക് ബ്ലെസ്സിങ്ങും പെർമിഷനും ഒക്കെ തന്ന് ഭയങ്കര അനുഗ്രഹപ്പെട്ട സമയമായിരുന്നു. കുറേ ഒത്തിരി മനുഷ്യർ ഇന്ന് ഇവിടെ ഈ കല്ലറയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പേര് അന്ന് ശുശ്രൂഷ ചെയ്ത് ഈശോയുടെ സന്നിധിയിലേക്ക് അന്ന് ഒരുക്കി വിടാൻ പറ്റി. കുറേ പേര് ഒരുക്കി വിടാൻ പറ്റി. ഒരു വലിയൊരു ഒരു ബ്ലസ്സഡ് ശുശ്രൂഷ വൈസ് ഒരു ബ്ലസ്സഡ് ടൈമായിരുന്നു കേട്ടോ. ദൈവത്തിൻ്റെ വലിയൊരു ഗ്രേസ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ദൈവത്തിൻ്റെ ഒരു ഗ്രേസ്, കർത്താവിൻ്റെ ഗ്രേസ് ആണ്, അല്ലേ? എല്ലാം കർത്താവിൻ്റെ ഗ്രേസ് ആണ്. നമ്മൾ എന്തായിരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. അപ്പം ഇപ്പം നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലൊക്കെ ഈ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവരുടെ ഇടയിലൊക്കെ കുറേ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിസണുകളിൽ, ജയിലിലൊക്കെ കഴിയുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്ട്രീറ്റുകളിലൊക്കെ മിനിസ്ട്രി ഉണ്ടായിരുന്നു. സ്ട്രീറ്റിലെ മിനിസ്ട്രിയേക്കാളും ഈ ഒരു സീസണിൽ കൂടുതലും നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, അതുപോലെ തന്നെ പ്രിസണ്, പിന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യർക്കിടയിലാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഫാമിലീസൊക്കെ ഒത്തിരി മാനസികമായിട്ട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി റിലീഫ് അവർക്കുണ്ടാകുന്നുണ്ട്. സോ ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് കൺസൊലേഷൻ. ഹൃദയത്തിൽ വലിയൊരു കൺസൊലേഷൻ, ഒരു കംഫർട്ട് ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വലിയ മഹത്വം ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു വ്യക്തിയുടെയോ നമ്മുടെ ഒന്നും ഒരു കഴിവോ ഒന്നുമല്ല. ഇതെല്ലാം കർത്താവിൻ്റെ ഗ്രേസാണ്, ഈശോയുടെ ഗ്രേസാണ്. ഈ ഗ്രേസ് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അവിടെ നമ്മുടെ ഒരു കഴിവോ യോഗ്യതയോ ഒന്നുമില്ല. ഇപ്പം ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോഴത്തേക്കും ഒരിക്കലും ചിന്തിക്കരുത് ദിസ് ഈസ് എ ഫുൾ പ്യുവർ ഗ്രേസ്. ഇതെല്ലാം ഗ്രേസാണ്. ഈ ഗ്രേസ് നമ്മളിലേക്ക് വരുന്നത് എവിടുന്നാണ്? ഈശോയുടെ കുരിശുബലിയിൽ നിന്ന്. ആ കുരിശുബലിയിൽ നിന്ന് കർത്താവിൻ്റെ ഗ്രേസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പം ദൈവമാണ് നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ കേൾക്കുന്ന ചില ആൾക്കാർ ഇങ്ങനെ എന്നോട് പറയണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരൊത്തിരി ആഗ്രഹിക്കുന്നു. നമ്മളായിട്ട് അവിടെ ഒന്നും ചെയ്യണം. ഇവിടെ നമ്മുടെ മിനിസ്ട്രി വേണ്ട. അവിടെ ഈശോ എന്താ ആഗ്രഹിക്കുന്നു അതങ്ങ് സംഭവിച്ചാൽ മതി.
ഈശോ ആഗ്രഹിക്കുന്നതിന് തടസ്സം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. അതാണ് വെളിപാട് 3:7. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുന്നു, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെ അവിടത്തേക്ക് തുറക്കുവാൻ പറ്റും. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെ അവിടത്തേക്ക് തുറക്കാൻ പറ്റും. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല ഈശോ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ. ഹല്ലേലൂയ. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സുഹൃത്തൊരു വ്യക്തി, ഞാൻ ആ വ്യക്തി യാദൃച്ഛികമായിട്ട് ഞാനൊരു യാത്രയിൽ പരിചയപ്പെട്ടതാണ്. അപ്പം ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലുള്ള ശുശ്രൂഷകളൊക്കെ നമുക്ക് കിട്ടിയത്. അതല്ലാതെ നമ്മൾ വേറെ റെക്കമെൻഡേഷൻ അങ്ങനെയൊന്നുമല്ല. അപ്പം അങ്ങനെ ദൈവം വഴി തുറക്കുവാണ്, ദൈവം വഴി തുറന്നാണ്. അപ്പം ഈ യൂത്ത് പിള്ളേർ, ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക്, അവർക്കൊക്കെ ഒത്തിരി എന്താ പറയുന്നത്, ഡ്രഗ് ഇല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ പലർക്കും ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ട്. അവരൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഈശോയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒത്തിരി റിലീഫ് കിട്ടുന്നു. സോ ഗോഡ് ഈസ് ഗീവിങ് ദം ദ ഗ്രേസ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഗ്രേസ് മുഴുവൻ എനിക്ക് വരുന്നത് ഈശോയുടെ ഉള്ളിൽ നിന്നാണ്. ഈശോയിൽ നിന്നാണ് ഈ ഗ്രേസ് വരുന്നത്. ഈശോയുടെ കുരിശുബലിയിൽ നിന്നാണ് ഈ ഗ്രേസ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. അപ്പം നിങ്ങളും പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ ഗ്രേസിനെ സ്വീകരിക്കുവാൻ, നിങ്ങൾ പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുക, അപ്പം ഈശോയുടെ ആ സ്നേഹത്തെ ഉൾക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ക്ലാസ്സുകളാണ്. സോ എനിവേ, മാസിന് സമയമായി, ഞാൻ പള്ളിയിൽ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. I will pray for each and every one of you. I keep you all in my prayers. May the grace and the peace and the joy of the Holy Spirit may be with you and rest with you. May you be surrounded with God's angels and you will be filled with all the fullness of God. In Jesus' mighty name I pray. Amen. Hail Mary, full of grace. The Lord is with you. Blessed are you among the women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Glory be to the Father, and of the Son, and of the Holy Spirit. God bless you all. Have a great day. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Keep us also in your prayers. പരസ്പരം പ്രാർത്ഥിക്കാം. ഓക്കെ. ആവേ മരി.